ഒരിക്കൽ മായ ആഞ്ചലോ പറഞ്ഞു, ഞാനൊരു സ്ത്രീയായതിൽ അഭിമാനിക്കുന്നു. ലോകത്തെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. അതെ, വിവേചനത്തിൻ്റെ മതിലുകൾ തകർത്ത വിശ്വവിജയത്തിൻ്റെ കൊടുമുടികൾ കീഴടക്കുന്ന പെൺകരുത്തിൻ്റെ ദിനമാണ് ഇന്ന്. ജനുവരി 24, ദേശീയ ബാലികാ ദിനം. ഭാരതത്തിൻ്റെ ചരിത്രം ഒന്ന് നോക്കൂ. പോരാട്ട ഭൂമിയിൽ വാളേന്തിയ റാണി ലക്ഷ്മിഭായിയും വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം ആദ്യമായി പകർന്നു നൽകിയ സാവിത്രിഭായ് ഭൂലെയും ഹിമാലയത്തിൻ്റെ നെറുകയിൽ കൃത്രിമ കാൽ കൊണ്ട് വിജയക്കൊടി നാട്ടിയ അരുണിമ സിൻഹയും അസ്തമിക്കാത്ത പോരാട്ട വീര്യവുമായി നയതന്ത്ര രംഗത്ത് തിളങ്ങിയ സുഷമ സ്വരാജും ബഹിരാകാശത്ത് ഭാരതത്തിൻ്റെ പേര് എഴുതി ചേർത്ത കൽപ്പന ചൗളയും നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ സാമ്പത്തിക ഭൂപടത്തിൽ ഭാരതത്തിൻ്റെ പേര് എഴുതി ചേർത്ത ഗീതാ ഗോപിനാഥും അത്ലറ്റിക്സ് ട്രാക്കിലെ ഇതിഹാസം PT ഉഷയും PV സിന്ധുവും നമുക്ക് കാട്ടിത്തരുന്നത് ഒന്ന് മാത്രമാണ്. എന്താണത്? പെണ്ണിന് അസാധ്യമായി ഒന്നുമില്ല. അബലയല്ല അവൾ, അടക്കി വാഴേണ്ടവളാണ്. പക്ഷേ ഈ വിജയഗാഥകൾക്കിടയിലും നാം കാണാതെ പോകരുതാത്ത ചില കറുത്ത യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ജീവിക്കുന്നത് 2026-ലാണല്ലേ. പക്ഷെ ഇന്നും ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അവളുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്ന വീടുകൾ നമുക്ക് ചുറ്റുമുണ്ടോ? ഉണ്ടെങ്കിൽ മാറ്റം തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. അവൾക്ക് വേണ്ടത് നമ്മുടെ കരുണയല്ല, മറിച്ച് തുല്യമായ ആകാശമാണ്. അവൾക്ക് വേണ്ടത് സംരക്ഷണം എന്ന പേരിലുള്ള തടവറകളല്ല, മറിച്ച് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ആത്മവിശ്വാസത്തിന്റെ ചിറകുകളാണ്. സ്ത്രീധനം എന്ന വിപത്ത് കാരണം പൊളിഞ്ഞു പോകുന്ന പെൺജീവനുകൾ ഇന്നും വാർത്തയാകുന്നുണ്ട്. മകൾ ഒരു ഭാരമാണെന്ന് കരുതുന്ന ചിന്താഗതി, അവളുടെ പഠനത്തെക്കാൾ കൂടുതൽ അവളുടെ വിവാഹത്തിനായി പണം സ്വരുക്കൂട്ടുന്ന മാതാപിതാക്കൾ, ഇരുട്ടിന്റെ മറവിൽ അവളുടെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ക്രൂരതകൾ, ഇവയെല്ലാം ഇന്നും നമ്മുടെ സമൂഹത്തിന്റെ ശാപം തന്നെയാണ്. സ്ത്രീധനം ചോദിക്കുന്നവരോട് വേണ്ട എന്ന് പറയാൻ നമ്മുടെ പെൺമക്കൾക്ക് നട്ടലുണ്ടാകണം. ഒരു പുരുഷന്റെ ഔദാര്യമല്ല അവളുടെ ജീവിതം, മറിച്ച് അവളുടെ അധ്വാനവും ബുദ്ധിയുമാണ് അവളുടെ ഐഡന്റിറ്റി എന്ന് നാം പഠിപ്പിക്കണം. മകളെ വിവാഹം കഴിച്ചയക്കേണ്ട ഒരു വസ്തുവായി കാണാതെ രാജ്യത്തെ നയിക്കേണ്ട കരുത്തായി കാണാൻ ഓരോ രക്ഷിതാവും തയ്യാറാകണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വാശിയോടെ പഠിക്കട്ടെ, ധീരതയോടെ പോരാടട്ടെ, അഭിമാനത്തോടെ വളരട്ടെ. വർത്തമാനകാലത്തെ ഈ മിടുക്കികളാണ് നാളത്തെ ഭാരതത്തെ നയിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പെൺമക്കൾക്കും അവരെ വളർത്തുന്ന കരുത്തരായ മാതാപിതാക്കൾക്കും ഒപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഹൃദയം നിറഞ്ഞ ബാലികാ ദിനാശംസകൾ നേരുകയാണ്.